ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ബിരിയാണി അല്ല, എന്നാൽ ഫ്രൈഡ് റൈസുമല്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. നമുക്ക് നോക്കിയാലോ എന്താ സ്പെഷ്യാലിറ്റി എന്ന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം അരി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്യാം. ഒരു ഹാഫ് കെ ജിയിൽ കുറവ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിനേലും കുറവ് മഞ്ഞൾപ്പൊടി, അല്പം 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഇനിയിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസ്, കോൺഫ്ലവർ ആണ്, ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായി നമുക്കൊന്ന് കുഴച്ച് ഒരു 1/2 മണിക്കൂർ അതും അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതൊന്ന് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. 30 മിനിറ്റ്സ് ആയി. അപ്പോൾ ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരി എടുത്തതിൻ്റെ ഡബിൾ വെള്ളമാണ് ഞാൻ കുക്കറിൽ എടുത്തേക്കുന്നത്. അരി 1 കപ്പ് ആണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. ഇനി വേറൊരു പാനിൽ ഞാൻ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറിലേക്ക് ഞാൻ നമ്മുടെ അരി നന്നായി സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം സോട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അരി ഒട്ടിപ്പിടിക്കില്ല. ചോറ് വളരെ വിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഇത് നമ്മളൊരു ഫ്രൈഡ് റൈസും ബിരിയാണിയുടെയും മിക്സാണ്. അപ്പോൾ അത് തന്നെ ഞാൻ ബിരിയാണി അരിയാണ് എടുത്തേക്കുന്നത്. ബസ്മതി അരി, നീളത്തിലുള്ള അരിയാണ് എടുത്തേക്കുന്നത്. ചെറിയ അരിയല്ല എടുത്തേക്കുന്നത്. ഓക്കെ, ഇത് ഫ്രൈഡ് റൈസിൻ്റെ ഫോമിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഞാൻ നീളത്തിലുള്ള അരിയാണ് എടുത്തേക്കുന്നത്. ഒരു 5 മിനിറ്റ് തന്നെ നമുക്കൊന്ന് ബട്ടറിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. എങ്കിലേ അത് ഞാനിതിൽ നമ്മുടെ നാരങ്ങ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി ബട്ടറിലിട്ട് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒറ്റ വിസിൽ. ഇനിയിപ്പോൾ അതേ പാനിൽ തന്നെ ഞാൻ ചിക്കൻ കുക്ക് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. നമ്മൾ ഇതിൽ ചിക്കൻ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മൾ നോർമലി ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ വേറെ രീതിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് പക്ഷേ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ശരിക്കും. മറ്റേ ഫ്രൈഡ് റൈസിനേക്കാളും ഫ്രൈഡ് റൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ കറി വേണം. ഓക്കെ, ഇതാകുമ്പോഴേക്കും അങ്ങനെ അഡീഷണൽ കറി വേണ്ട. എന്നാൽ ബിരിയാണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിരിയാണിയിൽ നമ്മൾ കുറേയധികം വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ അഡീഷണലായിട്ട് നല്ല വെജിറ്റബിൾസ് ആഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഓയിലിലേക്ക് നമുക്ക് 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതേ പാനിലേക്ക് തന്നെ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്തേക്കുന്നത്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറട്ടെ. ഇതിന് 1 കപ്പ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസ് ഇതിൽ നമ്മൾ നന്നായി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് ബീൻസ്, ഒരു കപ്പ് ക്യാപ്സിക്കം, ഒരു കപ്പ് ക്യാബേജ്. ഇത്രയും വെജിറ്റബിൾസ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നൊരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. ഒരു 1-1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ക്യാരറ്റൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന ഒരു ചെറിയൊന്ന് മാറിയാൽ മതി. ഒന്ന് ആ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം തന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രഷ്ഡ് കുരുമുളകാണ്, പൊടിയല്ല. കുരുമുളക് നമ്മൾ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ പൊടി ഇടാതെ ക്രഷ്ഡ് കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. ഇതിലേക്ക് നമ്മൾ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അധികം ഇളക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കോൺഫ്ലവറൊക്കെ കോട്ട് ചെയ്തിട്ടാണല്ലോ ചിക്കൻ ഫ്രൈ ചെയ്തേക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ച് ഇളക്കണം. കോൺഫ്ലവറൊക്കെ നമ്മൾ അതിൽ നിന്ന് വിട്ടുപോരും അല്ലേ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. എനിക്കിത് ബിരിയാണീനേക്കാളും എന്നാൽ ഫ്രൈഡ് റൈസിനേക്കാളും അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സിമ്പിളാണ്. എന്നാൽ നമുക്ക് 2 കറി ഉണ്ടാക്കുകയും വേണ്ട. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തും എടുക്കാൻ പറ്റും. എന്നാൽ വെജിറ്റബിൾസൊക്കെ നന്നായി ആഡും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ ചോറ് ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഓക്കെ, ചോറ് ഒരു 90% വെന്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റും കൂടി നമ്മൾ ഇതിലിട്ട് കുക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ വെജിറ്റബിൾസിനും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ചോറ് നന്നായി വിട്ട് കിടക്കുന്നുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുമുണ്ട്. ചോറും വെജിറ്റബിൾസും സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് എടുത്തേക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് സ്പ്രിംഗ് ഓണിയൻ. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത ഒരു സ്പ്രിംഗ് ഓണിയനാണ്. അപ്പോൾ വളരെ ഫ്രഷായിട്ട് ഒരു പെസ്റ്റിസൈഡും ഒന്നുമില്ലാത്ത ഒരു സ്പ്രിംഗ് ഓണിയനാണ്. അപ്പോൾ നമുക്കതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വിളമ്പാം. നല്ല ടേസ്റ്റ്, നല്ല മണമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.